PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 22 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. ബയോളജി സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാഠപുസ്തകങ്ങളിലൂടെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? ജീവകം ബി കോംപ്ലക്സ്, ജീവകം സി, ജീവകം പി. ബയോഫ്ലവനോയിഡ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? ജീവകം ബി കോംപ്ലക്സ്, ജീവകം സി, ജീവകം പി. ബയോഫ്ലവനോയിഡ്. ജീവകം ബി കോംപ്ലക്സിലെ പ്രധാന ജീവകങ്ങൾ ഏതെല്ലാം? ജീവകം B1, ജീവകം B2, ജീവകം B3, ജീവകം B6. ഫോളിക് ആസിഡ്. ജീവകം ബി കോംപ്ലക്സിലെ പ്രധാന ജീവകങ്ങൾ ഏതെല്ലാം? ജീവകം B1, ജീവകം B2, ജീവകം B3, ജീവകം B6. ഫോളിക് ആസിഡ്. തയാമിൻ എന്നും അറിയപ്പെടുന്ന ജീവകം ഏത്? ജീവകം B1 കേട്ടോ. തയാമിൻ എന്നും അറിയപ്പെടുന്ന ജീവകം ഏത്? ജീവകം B1. ഉപ്പ് രസമുള്ള പരിപ്പിൻ്റെ സ്വാദും ഈസ്റ്റിൻ്റെ മണവുമുള്ള പരൽ രൂപത്തിലെ വെളുത്ത പൊടി പോലെ കാണപ്പെടുന്ന ജീവകം ഏത്? തയാമിൻ. ഉപ്പ് രസമുള്ള പരിപ്പിൻ്റെ സ്വാദും ഈസ്റ്റിൻ്റെ മണവുമുള്ള പരൽ രൂപത്തിലെ വെളുത്ത പൊടി പോലെ കാണപ്പെടുന്ന ജീവകം ഏത്? തയാമിൻ. ജലത്തിൽ ലയിക്കുകയും അമ്ലമാധ്യമത്തിൽ 120 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിനെ പ്രതിരോധിക്കുകയും ആൽക്കലിയിൽ നശിക്കുകയും ചെയ്യുന്ന ജീവകം ഏത്? തയാമിൻ. ജലത്തിൽ ലയിക്കുകയും അമ്ലമാധ്യമത്തിൽ 120 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിനെ പ്രതിരോധിക്കുകയും ആൽക്കലിയിൽ നശിക്കുകയും ചെയ്യുന്ന ജീവകം ഏത്? തയാമിൻ. നാഡികളുടെ സ്ഥിരത്വം ഉറപ്പാക്കുന്നതിനാൽ ധാർമ്മിക ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? തയാമിൻ. നാഡികളുടെ സ്ഥിരത്വം ഉറപ്പാക്കുന്നതിനാൽ ധാർമ്മിക ജീവകം എന്നറിയപ്പെടുന്നത് ഏത്? തയാമിൻ. കാർബോഹൈഡ്രേറ്റിൻ്റെയും മാംസ്യത്തിൻ്റെയും ഉപാപചയത്തിന് സഹായിക്കുന്ന ജീവകം ഏത്? തയാമിൻ. കാർബോഹൈഡ്രേറ്റിൻ്റെയും മാംസ്യത്തിൻ്റെയും ഉപാപചയത്തിന് സഹായിക്കുന്ന ജീവകം ഏത്? തയാമിൻ. നാഡികളുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾക്ക് നിത്യേന ലഭ്യമാക്കേണ്ട ജീവകം ഏത്? തയാമിൻ. നാഡികളുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾക്ക് നിത്യേന ലഭ്യമാക്കേണ്ട ജീവകം ഏത്? തയാമിൻ. ദഹനനാളത്തിലെ ചലനങ്ങൾ സുഗമമാക്കാനും ഹൃദയത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തിനും ആവശ്യമായ ജീവകം ഏത്? തയാമിൻ. ദഹനനാളത്തിൻ്റെ ചലനങ്ങൾ സുഗമമാക്കാനും ഹൃദയത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തിനും ആവശ്യമായ ജീവകം ഏത്? തയാമിൻ. അരിയുടെ തവിടിൽ അടങ്ങിയിട്ടുള്ള ജീവകം ഏത്? തയാമിൻ. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏത്? തയാമിൻ. തയാമിൻ്റെ മികച്ച സ്രോതസ്സുകൾ ഏതെല്ലാം? തവിട്, ഉണങ്ങിയ ഈസ്റ്റ്, ഗോതമ്പ്. തയാമിൻ്റെ മികച്ച സ്രോതസ്സുകൾ ഏതെല്ലാം? തവിട്, ഉണങ്ങിയ ഈസ്റ്റ്, ഗോതമ്പ്. പൊടിക്കുമ്പോൾ ധാന്യങ്ങളിൽ നിന്നും നഷ്ടമാകുന്ന ജീവകം ഏത്? തയാമിൻ. പൊടിക്കുമ്പോൾ ധാന്യങ്ങളിൽ നിന്നും നഷ്ടമാകുന്ന ജീവകം ഏത്? തയാമിൻ. പൊടിച്ച് തവിട് നീക്കിയ ധാന്യവും മൈദയും പോഷക സമ്പുഷ്ടമല്ലാത്തതിന് കാരണമെന്ത്? തയാമിൻ നഷ്ടമാകുന്നതിനാൽ. പൊടിച്ച് തവിട് നീക്കിയ ധാന്യവും മൈദയും പോഷക സമ്പുഷ്ടമല്ലാത്തതിന് കാരണമെന്ത്? തയാമിൻ നഷ്ടമാകുന്നതിനാൽ. ജീവകം B2 അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? റൈബോഫ്ലാവിൻ. ജീവകം B2 അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? റൈബോഫ്ലാവിൻ. ജീവകം ബി കോംപ്ലക്സുകളിൽ ആദ്യമായി കണ്ടെത്തിയത് ഏത്? തയാമിൻ. ജീവകം ബി കോംപ്ലക്സുകളിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഏത്? തയാമിൻ. ബി കോംപ്ലക്സ് ജീവകങ്ങളുടെ സ്രോതസ്സുകളിൽ ബേക്കിംഗ് പൗഡർ ചേർത്താൽ നശിക്കുന്ന ജീവകം ഏത്? റൈബോഫ്ലാവിൻ. ബി കോംപ്ലക്സ് ജീവകങ്ങളുടെ സ്രോതസ്സുകളിൽ ബേക്കിംഗ് പൗഡർ ചേർത്താൽ നശിക്കുന്ന ജീവകം ഏത്? റൈബോഫ്ലാവിൻ. കോശങ്ങളിലെ ജൈവിക ഓക്സീകരണത്തിൽ പങ്കെടുക്കുന്ന സഹരാസാഗ്നിയായ ജീവകം ഏത്? റൈബോഫ്ലാവിൻ. കോശങ്ങളിലെ ജൈവിക ഓക്സീകരണത്തിൽ പങ്കെടുക്കുന്ന സഹരാസാഗ്നിയായ ജീവകം ഏത്? റൈബോഫ്ലാവിൻ. ഇനി ബെർബറിനെ കുറിച്ചിട്ടുള്ള ബോക്സിൽ കൊടുത്ത പോയിന്റുകളാണ്. തയാമിൻ്റെ അഭാവത്തിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന പ്രധാന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ബെർബറി. തയാമിൻ്റെ അഭാവത്തിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് ബെർബറി. നവജാത ശിശുവിൻ്റെ അമ്മയ്ക്ക് തയാമിൻ്റെ ന്യൂനതയുണ്ടെങ്കിൽ കുട്ടിയുടെ ആദ്യ മാസങ്ങളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഇൻഫൻറ്റൈൽ ബെർബറി. നവജാത ശിശുവിൻ്റെ അമ്മയ്ക്ക് തയാമിൻ്റെ ന്യൂനതയുണ്ടെങ്കിൽ കുട്ടിയുടെ ആദ്യ മാസങ്ങളിൽ ഉണ്ടാകുന്ന രോഗമേത്? ഇൻഫൻറ്റൈൽ ബെർബറി. കുട്ടികളിലെ ഛർദി, പച്ച നിറത്തിലെ വയറിളക്കം, നീര്, വിശപ്പില്ലായ്മ, അസ്വസ്ഥത എന്നിവ ഏത് രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ്? ഇൻഫൻറ്റൈൽ ബെർബറി. കുട്ടികളിലെ ഛർദി, പച്ച നിറത്തിലെ വയറിളക്കം, നീര്, വിശപ്പില്ലായ്മ, അസ്വസ്ഥത എന്നിവ ഏത് രോഗാവസ്ഥയുടെ ലക്ഷണമാണ്? ഇൻഫൻറ്റൈൽ ബെർബറി. തയാമിൻ ന്യൂനത കൈകൾ, കാലുകൾ, അനുബന്ധ നാഡികൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ച് കണങ്കാലിൽ തരിപ്പുണ്ടാകുകയും കാൽവണ്ണയിലെ ശക്തി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏത്? ഡ്രൈ ബെർബറി. തയാമിൻ ന്യൂനത കൈകൾ, കാലുകൾ, അനുബന്ധ നാഡികൾ എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിച്ച് കണങ്കാലിൽ തരിപ്പുണ്ടാവുകയും കാൽവണ്ണയിലെ ശക്തി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏത്? ഡ്രൈ ബെർബറി. ഡ്രൈ ബെർബറിയുടെ ലക്ഷണങ്ങളോടൊപ്പം നീരും കാണപ്പെടുന്ന രോഗാവസ്ഥ ഏത്? വൈറ്റ് ബെർബറി. ഡ്രൈ ബെർബറിയുടെ ലക്ഷണങ്ങളോടൊപ്പം നീരും കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് വൈറ്റ് ബെർബറി. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയുടെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഏത് ജീവകമാണ് കോശവളർച്ചയ്ക്കും കോശശ്വസനത്തിനും സഹായിക്കുന്നത്? റൈബോഫ്ലാവിൻ.
കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയുടെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഏത് ജീവകമാണ് കോശ വളർച്ചയ്ക്കും കോശ ശ്വസനത്തിനും സഹായിക്കുന്നത്? റൈബോഫ്ലാവിൻ. ചർമ്മം, മ്യൂക്കസ് തരം തുടങ്ങിയവയുടെ ആരോഗ്യത്തിനും നേത്രനാഡികളെ ഉത്തേജിപ്പിക്കുന്നതിനാൽ കാഴ്ചയ്ക്കും ആവശ്യമായ ജീവകമേത്? റൈബോഫ്ലാവിൻ. ചർമ്മം, മ്യൂക്കസ് സ്തരം തുടങ്ങിയവയുടെ ആരോഗ്യത്തിനും നേത്രനാഡികളെ ഉത്തേജിപ്പിക്കുന്നതിനാൽ കാഴ്ചയ്ക്കും ആവശ്യമായ ജീവകമേത്? റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ്റെ മികച്ച ഉറവിടങ്ങൾ ഏതെല്ലാം? കരൾ, മുട്ട, പാൽപ്പൊടി, മാംസം, മത്സ്യം, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ. റൈബോഫ്ലാവിൻ്റെ മികച്ച ഉറവിടങ്ങൾ ഏതെല്ലാം? കരൾ, മുട്ട, പാൽപ്പൊടി, മാംസം, മത്സ്യം, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ. അരച്ച ധാന്യങ്ങൾ, മാവ് എന്നിവ ഏത് ജീവകത്തിൻ്റെ സ്രോതസ്സുകളാണ്? റൈബോഫ്ലാവിൻ. അരച്ച ധാന്യങ്ങൾ, മാവ് എന്നിവ ഏത് ജീവകത്തിൻ്റെ സ്രോതസ്സുകളാണ്? റൈബോഫ്ലാവിൻ. വായിലും നാവിലും ഉണ്ടാകുന്ന വേദനയും പുകച്ചിലും വായയുടെ കോണുകളിൽ ഉണ്ടാകുന്ന ആംഗുലാർ സ്റ്റോമറ്റൈറ്റിസ് എന്ന വ്രണം എന്നിവയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ്? റൈബോഫ്ലാവിൻ. വായിലും നാവിലും ഉണ്ടാകുന്ന വേദനയും പുകച്ചിലും വായയുടെ കോണുകളിൽ ഉണ്ടാകുന്ന ആംഗുലാർ സ്റ്റോമറ്റൈറ്റിസ് എന്ന വ്രണം എന്നിവയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ്? റൈബോഫ്ലാവിൻ. ഗ്ലോസിറ്റിസ് എന്നറിയപ്പെടുന്ന നാവിൻ്റെ വീക്കത്തിന് കാരണം ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ്? റൈബോഫ്ലാവിൻ. ഗ്ലോസിറ്റിസ് എന്നറിയപ്പെടുന്ന നാവിൻ്റെ വീക്കത്തിന് കാരണം ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ്? റൈബോഫ്ലാവിൻ. ചർമ്മം വരണ്ടതായി മാറി ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുക, ശരീരചലനങ്ങളുടെ ഏകോപനക്കുറവ് എന്നിവ ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമാണ്? റൈബോഫ്ലാവിൻ. ചർമ്മം വരണ്ടതായി മാറുക, ഡെർമറ്റൈറ്റിസ് ഉണ്ടാവുക, ശരീരചലനങ്ങളുടെ ഏകോപനക്കുറവ് എന്നിവ ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമാണ്? റൈബോഫ്ലാവിൻ. പ്രകാശത്തോടുള്ള ഭയം, ഫോട്ടോഫോബിയ, കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കൽ, കണ്ണുകളുടെ പുകച്ചിൽ, കാഴ്ച തകരാർ എന്നിവ ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നവയാണ്? റൈബോഫ്ലാവിൻ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രകാശത്തോടുള്ള ഭയം, ഫോട്ടോഫോബിയ, കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കൽ, കണ്ണുകളുടെ പുകച്ചിൽ, കാഴ്ച തകരാർ എന്നിവ ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നവയാണ്? റൈബോഫ്ലാവിൻ. നോർമോസൈറ്റിക് അനീമിയ എന്ന രോഗാവസ്ഥ ഏത് ജീവകത്തിൻ്റെ അഭാവത്താലാണ്? റൈബോഫ്ലാവിൻ. നോർമോസൈറ്റിക് അനീമിയ എന്ന രോഗാവസ്ഥ ഏത് ജീവകത്തിൻ്റെ അഭാവത്താലാണ്? റൈബോഫ്ലാവിൻ. ജീവകം B3 അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതെല്ലാം? നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ്. ജീവകം B3 അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതെല്ലാം? നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ആൽക്കഹോൾ എന്നിവയിൽ നിന്നുള്ള ഊർജ്ജം ലഭിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ജീവകമേത്? നിയാസിൻ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ആൽക്കഹോൾ എന്നിവയിൽ നിന്നുള്ള ഊർജ്ജം ലഭിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ജീവകമേത്? നിയാസിൻ. ചർമ്മം, കുടൽ, നാഡി, വ്യൂഹം എന്നിവയുടെ സാധാരണ പ്രവർത്തനത്തിന് അത്യാവശ്യമായ ജീവകമേത്? നിയാസിൻ. ചർമ്മം, കുടൽ, നാഡി, വ്യൂഹം എന്നിവയുടെ സാധാരണ പ്രവർത്തനത്തിന് അത്യാവശ്യമായ ജീവകമേത്? നിയാസിൻ. നിയാസിൻ്റെ മികച്ച ഉറവിടങ്ങൾ ഏതെല്ലാം? ഉണങ്ങിയ ഈസ്റ്റ്, കരൾ, നിലക്കടല, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മാംസ്യം, മത്സ്യം. നിയാസിൻ്റെ മികച്ച ഉറവിടങ്ങൾ ഏതെല്ലാം? ഉണങ്ങിയ ഈസ്റ്റ്, കരൾ, നിലക്കടല, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മാംസം, മത്സ്യം. ജീവകം B6 അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? പൈറിഡോക്സിൻ. ജീവകം B6 അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? പൈറിഡോക്സിൻ. മാംസ്യത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നത് ഏത് ജീവകത്തിൻ്റെ പ്രധാന ധർമ്മമാണ്? പൈറിഡോക്സിൻ. മാംസ്യത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നത് ഏത് ജീവകത്തിൻ്റെ പ്രധാന ധർമ്മമാണ്? പൈറിഡോക്സിൻ. അന്നജ ഉപാപചയത്തിൻ്റെ ഭാഗമായി കരളിൽ നിന്നും പേശികളിൽ നിന്നുമുള്ള ഗ്ലൈക്കോജൻ്റെ ഉൽപ്പാദനത്തിൽ സഹായിക്കുന്ന ജീവകമേത്? പൈറിഡോക്സിൻ. അന്നജ ഉപാപചയത്തിൻ്റെ ഭാഗമായി കരളിൽ നിന്നും പേശികളിൽ നിന്നും ഉള്ള ഗ്ലൈക്കോജൻ്റെ ഉൽപ്പാദനത്തിൽ സഹായിക്കുന്ന ജീവകമേത്? പൈറിഡോക്സിൻ. അമിനോ ആസിഡായ ട്രിപ്റ്റോഫാനിനെ നിയാസിനാക്കി മാറ്റുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ജീവകമേത്? പൈറിഡോക്സിൻ. അമിനോ ആസിഡായ ട്രിപ്റ്റോഫാനിനെ നിയാസിനാക്കി മാറ്റുന്ന പ്രക്രിയകളിൽ പങ്കെടുക്കുന്ന ജീവകമേത്? പൈറിഡോക്സിൻ. പൈറിഡോക്സിൻ ഫോസ്ഫേറ്റിൻ്റെ രൂപത്തിലെ ഏത് ജീവകമാണ് പല ജൈവ പ്രതിപ്രവർത്തനങ്ങളിലും ഒരു സഹരാസാഗ്നിയായിട്ട് പ്രവർത്തിക്കുന്നത്? ജീവകം 6. പൈറിഡോക്സിൻ ഫോസ്ഫേറ്റിൻ്റെ രൂപത്തിലെ ഏത് ജീവകമാണ് പല ജൈവ പ്രതിപ്രവർത്തനങ്ങളിലും ഒരു രാസാഗ്നിയായി പ്രവർത്തിക്കുന്ന? ജീവകം 6. പൈറിഡോക്സിൻ്റെ പ്രധാന സ്രോതസ്സുകൾ ഏതെല്ലാം? ഇറച്ചി, പയർ, ഗോതമ്പ് കേട്ടോ. അപ്പോൾ പൈറിഡോക്സിൻ്റെ പ്രധാന സ്രോതസ്സുകൾ ഇറച്ചി, പയർ, ഗോതമ്പ്. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് മാംസ്യ ഉപാപചയത്തെ ബാധിക്കുകയും വളർച്ചക്കുറവ്, അനീമിയ, തൊലിയിൽ മുറിവുകൾ, അപസ്മാരം,
പോലുള്ള രോഗങ്ങൾ എന്നിവയ്ക്ക് വഴി തെളിക്കുകയും ചെയ്യുന്നത് പൈറിഡോക്സിൻ. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് മാംസ്യോപാപചയത്തെ ബാധിക്കുകയും വളർച്ചക്കുറവ്, അനീമിയ, തൊലിയിൽ മുറിവുകൾ, അപസ്മാരം പോലുള്ള രോഗങ്ങൾ എന്നിവയ്ക്ക് വഴി തെളിക്കുകയും ചെയ്യുന്നത് പൈറിഡോക്സിൻ. പൈറിഡോക്സിൻ്റെ ഉയർന്ന അളവിലുള്ള അപര്യാപ്തത ഏത് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. പൈറിഡോക്സിൻ്റെ ഉയർന്ന അളവിലുള്ള അപര്യാപ്തത ഏത് രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. തളർച്ച, പേടി, ഉറക്കമില്ലായ്മ, നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ഏത് രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ്? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. തളർച്ച, പേടി, ഉറക്കമില്ലായ്മ, നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ഏത് രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ്? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. കടും പച്ച നിറമുള്ള ഇലക്കറികളിൽ നിന്ന് ആദ്യമായി വേർതിരിച്ചെടുത്ത ജീവകമേത്? ഫോളിക് ആസിഡ്. കടും പച്ച നിറമുള്ള ഇലക്കറികളിൽ നിന്ന് ആദ്യമായി വേർതിരിച്ചെടുത്ത ജീവകമേത്? ഫോളിക് ആസിഡ്. ചുവന്ന രക്തകോശങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ജീവകമേത്? ഫോളിക് ആസിഡ്. ചുവന്ന രക്തകോശങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ജീവകമേത്? ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് ജീവകത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളേവ? പച്ചിലക്കറികൾ, കരൾ, വൃക്ക, എള്ള്, ബീൻസ്. ഫോളിക് ആസിഡ് ജീവകത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളേവ? പച്ചിലക്കറികൾ, കരൾ, വൃക്ക, എള്ള്, ബീൻസ്. ഏത് ജീവകത്തിൻ്റെ കുറവാണ് മജ്ജകളിൽ വളർച്ചയെത്താത്ത കോശങ്ങൾ രൂപപ്പെടാനും ചുവന്ന രക്തകോശങ്ങളുടെ ഉൽപ്പാദനം കുറയാനും കാരണമാകുന്നത്? ഫോളിക് ആസിഡ്. ഏത് ജീവകത്തിൻ്റെ കുറവാണ് മജ്ജകളിൽ വളർച്ചയെത്താത്ത കോശങ്ങൾ രൂപപ്പെടാനും ചുവന്ന രക്തകോശങ്ങളുടെ ഉൽപ്പാദനം കുറയാനും കാരണമാകുന്നത്? ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലം ചുവന്ന രക്തകോശങ്ങൾക്ക് ഓക്സിജൻ എത്തിക്കാനുള്ള കഴിവ് കുറയുന്ന രോഗാവസ്ഥ ഏത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലം ചുവന്ന രക്തകോശങ്ങൾക്ക് ഓക്സിജൻ എത്തിക്കാനുള്ള കഴിവ് കുറയുന്ന രോഗാവസ്ഥ ഏത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. സ്ത്രീകളിൽ ഗർഭകാലത്ത് ഏത് ജീവകം കുറയുന്നതാണ് കുഞ്ഞിന് നാഡീ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനും രോഗപ്രതിരോധ ശേഷി കുറയാനും കാരണമാകുന്നത്? ഫോളിക് ആസിഡ്. സ്ത്രീകളിൽ ഗർഭകാലത്ത് ഏത് ജീവകം കുറയുന്നതാണ് കുഞ്ഞിന് നാഡീ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനും രോഗപ്രതിരോധ ശേഷി കുറയാനും കാരണമാകുന്നത്? ഫോളിക് ആസിഡ്. ഇനി 3D രോഗാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നിയാസിൻ ജീവകത്തിൻ്റെ അപര്യാപ്തത പെല്ലാഗ്ര എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു. പെല്ലാഗ്ര എന്ന വാക്ക് ത്വക്ക് എന്നർത്ഥം വരുന്ന പെല്ലയും പരുപരുത്തത് എന്നർത്ഥം വരുന്ന അഗ്രയും ചേർന്നുണ്ടായതാണ്. അപ്പോൾ എന്താ പറയുന്നത്? നിയാസിൻ ജീവകത്തിൻ്റെ അപര്യാപ്തത പെല്ലാഗ്ര എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു. പെല്ലാഗ്ര എന്ന വാക്ക് ത്വക്ക് എന്നർത്ഥം വരുന്ന പെല്ലയും പരുപരുത്തത് എന്നർത്ഥം വരുന്ന അഗ്രയും ചേർന്നുണ്ടായതാണ്. ഡെർമറ്റൈറ്റിസ്, ഡയറിയ, ഡിമെൻഷ്യ എന്നീ രോഗാവസ്ഥകളിലേക്ക് പെല്ലാഗ്ര നയിക്കുന്നതിനാൽ നിയാസിനിൻ്റെ കുറവ് 3D രോഗാവസ്ഥ എന്നറിയപ്പെടുന്നു. ഡെർമറ്റൈറ്റിസ്, ഡയറിയ, ഡിമെൻഷ്യ എന്നീ രോഗാവസ്ഥകളിലേക്ക് പെല്ലാഗ്ര നയിക്കുന്നതിനാൽ നിയാസിസിൻ്റെ കുറവ് 3D രോഗാവസ്ഥ എന്നറിയപ്പെടുന്നു. ചർമ്മത്തിൽ സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്ന കൈമുട്ട്, കൈകളുടെയും കാൽമുട്ടിൻ്റെയും ഉപരിതലങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡെർമറ്റൈറ്റിസ് കാരണം മാറ്റം വരുന്നു. ഇതോടൊപ്പം സ്രവങ്ങളും കാണപ്പെടുകയും കാലക്രമത്തിൽ ത്വക്ക് അടർന്ന് വികൃതമാകുകയും ചെയ്യുന്നു. ചർമ്മത്തിൽ സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്ന കൈമുട്ട്, കൈകളുടെയും കാൽമുട്ടിൻ്റെയും ഉപരിതലങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡെർമറ്റൈറ്റിസ് കാരണം മാറ്റം വരുന്നു. ഇതോടൊപ്പം സ്രവങ്ങളും കാണപ്പെടുകയും കാലക്രമത്തിൽ ത്വക്ക് അടർന്ന് വികൃതമാകുകയും ചെയ്യുന്നു. വയറിളക്കം പോഷക അപര്യാപ്തത വർദ്ധിപ്പിക്കുന്നു. ചെറുകുടലിൽ ഘടനാപരമായും ആഗിരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. ഡിമെൻഷ്യയുടെ ഫലമായി ക്ഷോഭം, വിഷാദം, ഏകാഗ്രതക്കുറവ്, സ്മൃതിനാശം എന്നിവയും ഉണ്ടാകുന്നു. വയറിളക്കം പോഷക അപര്യാപ്തത വർദ്ധിപ്പിക്കുന്നു. ചെറുകുടലിൽ ഘടനാപരമായും ആഗിരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. ഡിമെൻഷ്യയുടെ ക്ഷോഭം, വിഷാദം, ഏകാഗ്രതക്കുറവ്, സ്മൃതി നാശം എന്നിവയും ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് പുതിയ SCERT ചാപ്റ്ററുകളുടെ ബേസ് ചെയ്തിട്ട് ബയോളജിയുടെ ഭാഗത്ത് നിന്നും നമ്മളെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ പോയിന്റുകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം, പെൻഡിങ് ആക്കാതിരിക്കുക. കഴിയുന്നതും മാക്സിമം വീഡിയോ ഇടുന്നതിൻ്റെ കൂടെ തന്നെ കണ്ടുപോവുക, റിവിഷൻ നടത്തുക. റിവിഷനാണ് മെയിൻ. നമ്മൾ പഠിക്കുന്നത് മാത്രം പോരാ, പഠിക്കുന്നതിന് പോലെ തന്നെ റിവിഷനും കൂടെ കൊണ്ടുപോവുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്